ഹലോ ഫ്ലൈവിലേഴ്സ്. ഫ്ലൈവിലിന് എന്നും ലോങ് ടേമേഴ്സ് വരാറുണ്ട്. ലോങ് ആയിട്ടും ഷോർട്ടായിട്ടും നിൽക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും ലോങ് ടേമറാണ്. കുറച്ച് കാലം നിന്ന് ഏകദേശം 3-4 മാസം നിന്നിട്ടുള്ള വിക്ടോറിയസ് ആണ്. മാരുതിയുടെ ഏറ്റവും പുതിയ എസ് വികളിലൊന്നാണ് വിക്ടോറിയസ്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കുറേ ഗുണങ്ങളുണ്ട്, ചെറിയ ചെറിയ ദോഷങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കാം. ഈ വണ്ടി ഉണ്ടായ സമയത്ത് അൺഫോർച്യുനേറ്റ്ലി ഞാൻ നാട്ടിലുള്ളത് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ അത് ഓടിച്ചു നടന്നത് നന്ദുവാണ്. നന്ദുവായിരുന്നു ഈ റിവ്യൂ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അവൻ്റെ അവസ്ഥ ഒച്ചയില്ലാത്തതുകൊണ്ട് എൻ്റെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്കെന്നെ അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചത് ഞാൻ പറയാം. എൻ്റെ ഉദ്ദേശങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത്. അതെ, ആ പഠിപ്പിച്ചത് എന്താ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്തായാലും ഈ ഒരു വിക്ടോറിയസിൻ്റെ ലോങ് ടേം റിവ്യൂ ആണിത്. വണ്ടി 3 നാളായിട്ട് നമ്മളിൽ പോകും. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം 4500 കിലോമീറ്റർ. നമ്മളടുത്ത് വന്നപ്പോൾ 500 ചില്ലാൻ കിലോമീറ്റർ ആയിരുന്നു. ഇപ്പം 5000 ചില്ലാൻ കിലോമീറ്റർ ആയിട്ടുണ്ട്. അത്ര സമയം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് കോസ്റ്റും സർവീസിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷേ എന്നാലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസുകളാണ്. ചില കാര്യങ്ങൾ നമുക്ക് തോന്നിയ അഭിപ്രായങ്ങളുണ്ട്. എല്ലാം നമുക്ക് നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. പുറമേ നിന്ന് ഈ ഒരു ലോങ് ടേം റിവ്യൂവിൽ ഡിസൈനെ കുറിച്ചൊന്നും നമുക്ക് പറയാറുണ്ടാവാറില്ല. പക്ഷേ ഇന്ന് എനിക്ക് പറയേണ്ട 2 കാര്യമുണ്ട്. അതിലൊന്ന് ഈ ഹെഡ്ലൈറ്റാണ്. കാഴ്ചൻ്റെ അല്ല, ഹെഡ്ലൈറ്റിൻ്റെ പ്രവർത്തനം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ സിറ്റിയിൽ ഓടിക്കുമ്പോൾ എല്ലാം പ്രശ്നമില്ല. ഹൈവേയിൽ ലിറ്റഡ് അല്ലാത്ത സ്ഥലത്ത് പോകുമ്പം ലൈറ്റ് ഒരു പ്രശ്നമാണ്. ലോ ബീമിൽ വളരെ അധികം കുറവാണ് തോന്നുന്നുണ്ട്. പിന്നെ ഹൈ ബീം ഇട്ടാലും ത്രോ ഉണ്ട്, പക്ഷേ ഒരു ഡെപ്ത് ഇല്ല ലൈറ്റിന്. അത് ഫോഗ് ലാമ്പ് ഇട്ടിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നില്ല. അതാണ് ഒരു ഡ്രോബാക്ക് ആയി തോന്നില്ല. കാഴ്ചയിലെല്ലാം നല്ല രസമുണ്ട്, ഭംഗിയുണ്ട്. ഈ ഒരു പഴയ എൻഫീൽഡിൽ വന്ന രീതിയിലുള്ള ലെൻസെല്ലാം കാണുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷേ ഒരു എഫക്റ്റീവ്ലി ഹൈ ബീം നമുക്ക് വളരെ ഇരുടുള്ള സ്ഥലത്തൊന്നും ഒരു ത്രോ ഉണ്ടെങ്കിലും ഒരു ഫീൽ കിട്ടുന്നില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നന്ദുവിൻ്റെ വിലയേറിയ നിർബന്ധമായിട്ടും പറയണമെന്ന് പറഞ്ഞ അഭിപ്രായമാണ്. ബാക്കിൽ നിന്ന് നന്ദുവിനെ ഇത് കാണാൻ ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നാണ്. സാധാരണ ഞാൻ പറഞ്ഞ മാതിരി ഡിസൈൻ നമുക്ക് ഗ്രോ ചെയ്യാറുണ്ട്, അവനക്ക് ഗ്രോ ചെയ്തില്ല. ഞാൻ അന്നത് ഇറങ്ങിയപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാം, പിന്നീട് ഇഷ്ടപ്പെടാമെന്ന്. അപ്പോൾ അതൊന്നും എനിക്ക് സംഭവിച്ചില്ല. ഈ ഒരു ടെയിൽ ഡിസൈൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു രസം തോന്നിയിരുന്നു. പക്ഷേ ആ ലിറ്റ് ചെയ്യുമ്പോൾ അവനെ ബ്രേക്ക് ചെയ്ത് കാണുന്ന ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഈ ഒരു ആംഗിൾ കാണുമ്പോൾ ഉള്ളൊരു സാധനമാണ് കുറച്ചൊരു ഓക്വേർഡ് ഉള്ളത്. നമ്മൾ പിന്നെ ചേർത്ത പോലൊരു ഫീല്, പണ്ട് ഡിസൈറിനുള്ള പോലൊരു ഫീല് ഉണ്ടെന്ന് പറഞ്ഞു. അതെനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും നന്ദുവിനത് ഒട്ടും പറ്റിയിട്ടില്ല. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കാണാം, എന്നാൽ ചെറിയ കുറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് നന്ദു മെൻഷൻ ചെയ്തിട്ടുള്ള സംഗതി പറയാണ്ട്, അതെല്ലാം പറയാം. ഓവറോൾ നോക്കുമ്പോൾ നമുക്കൊരു യൂസർ എക്സ്പീരിയൻസിൽ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതും തന്നെ ഒരു 3-4 മാസത്തെ യൂസർ എക്സ്പീരിയൻസാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വിലയിരുത്തണം. ഇതൊരു കംപ്ലീറ്റ് ഒരു റിവ്യൂ പോലെ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ലോങ് ടേം റിവ്യൂ അല്ല. പക്ഷേ ഇതിൽ പറയാനുള്ള പോസിറ്റീവ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തോന്നുന്നതെല്ലാം ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിൽഡ് ക്വാളിറ്റി മുമ്പുള്ള മാരുതികൾ കണ്ടുവന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായി തോന്നുന്നുണ്ട്. ആക്ച്വലി വണ്ടി ഓണാണ് കേട്ടോ. ഞാൻ ചൂടെടുത്തുകൊണ്ട് AC ഇട്ടിട്ട് ഓണായിക്കാണ്. ഫെബ്രുവരിന് എന്താ ചൂടില്ല. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ്, എർഗണോമിക്സ് നല്ലതാണ്. പിന്നെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെല്ലാം ബട്ടൺസ് എല്ലാം തൊടുമ്പോഴെല്ലാം തന്നെ നമുക്ക് മനസ്സിലുണ്ട് എത്രത്തോളം ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന്. സ്ക്രീനിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇൻഫോർടൈൻമെൻറ്റിലേക്ക് പെട്ടെന്ന് തന്നെ കണക്ടിവിറ്റി, പ്രത്യേകിച്ച് വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേയിലും കണക്ട് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. നന്ദുവിനെ സംബന്ധിച്ച് നന്ദു ആൻഡ്രോയിഡ് പേഴ്സണാണ്, അവനക്കും നല്ല യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കുറച്ച് അനോയിങ് സംഗതികളുണ്ട്. അതിലൊന്ന് പ്രത്യേകിച്ച് നന്ദു ഇപ്പം കോൾഡ് മോഡിലുള്ളപ്പം പറഞ്ഞ കാര്യമാണ്. ഇവിടെ സ്വിച്ചസ് വെച്ചിട്ടുണ്ട്. AC സ്വിച്ചസ് നമുക്ക് ഫാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും, സർക്കുലേറ്റ് ചെയ്യാനുള്ളതും ഓപ്ഷനും ഈവൻ വോയിസ് കൺട്രോളിലുണ്ട്. പക്ഷേ AC ആസ് സച്ച് നമുക്ക് ഓഫ് ആക്കണമെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ മോഡിലിടണമെങ്കിലും നമുക്ക് സ്ക്രീനിൽ തന്നെ വരേണ്ട അവസ്ഥ ഉണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം ഓഫ് ചെയ്യണോ അതുപോലെ തന്നെ ഓട്ടോ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ അത് അവനെ സംബന്ധിച്ചിടത്തോളം ഫാൻ വർക്ക് ചെയ്ത് AC ഓഫാക്കി പോകണമെങ്കിൽ നമ്മളിത് എത്ര താത്തി വെച്ചാലും 1 സ്പീഡിൽ വരെ മിനിമം നിൽക്കുകയുള്ളൂ. ആ ഒരു കാര്യമാണ് ഒന്ന്. 2, ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അഡാസ് ഫീച്ചറും കൂടെ ഭയങ്കര ഇൻറ്റുവേറ്റീവ് ആയിട്ട് നിൽക്കണം. നമ്മൾ ആവശ്യത്തിലേറെ മുമ്പ് ആക്റ്റീവ് ആണെന്ന് പറയാം. കാരണം പലപ്പോഴും നമ്മൾ ഈ ട്രാഫിക്കിൽ നിൽക്കുമ്പം പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് എടുക്കുന്ന ലൊക്കേഷനിലെല്ലാം നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് അടുത്തെത്തുമ്പോൾ ഈ പാർക്കിംഗ് സെൻസർ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഓഫ് ചെയ്യാറുണ്ട്. ഓഫ് ചെയ്താൽ പിന്നെ ആ ഒരു സീക്വൻസ് കഴിയുന്നവരെ അത് വർക്ക് ചെയ്യില്ല. പക്ഷേ ഇതിൽ എത്ര ഓഫ് ചെയ്താലും അടുത്തൊരു സെക്കൻഡ് ഒരു മില്ലിമീറ്റർ നീങ്ങിയാൽ അപ്പോൾ തോന്നും. അത് ഭയങ്കര അനോയിങ്ങാണ്, പ്രത്യേകിച്ച് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ.
പ്രശ്നം എന്ന് വെച്ചാൽ ബീപ്പ് ഒന്ന് അതിൻ്റെ പുറമേ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന മ്യൂസിക്കോ ഇനി കോളെല്ലാം ഉണ്ട് അപ്പോൾ സൗണ്ട് കുറയും. അത് കുറച്ച് അനോയിങ് ഫീച്ചർ തന്നെയാണ്. അത് ഞാനും അനുഭവിച്ചിട്ടുണ്ട്, നന്ദു സ്ഥിരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കോഴിക്കോടെല്ലാം തന്നെ നമ്മൾ സിറ്റിയിൽ പോകുമ്പം ബാക്ക് ടു ബാക്ക് ട്രാഫിക്കും വളരെ അടുത്തല്ലേക്ക് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ പിന്നിൽ നിന്നാലും സൈഡിൽ ഒരു ബൈക്കോ നിന്നാലോ ഒരാൾ പോയാലും എല്ലാം അത് അടിയുന്നത് തന്നെ നമ്മൾ ഓഫാക്കിയാലും പിന്നെ അതപ്പം തന്നെ അടിയും. അപ്പോഴെല്ലാ രീതിയിലുള്ള ഡിസ്റ്റർബൻസും തോന്നുന്ന രീതിയിലുള്ള. പക്ഷേ ഹഡാസ് ഫങ്ഷൻസിൽ വർക്ക് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സംഗതി നമുക്ക് അനോയിങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തായാലും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഹാൻഡ് റെസ്റ്റിനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു യൂസ് ചെയ്ത് പരിചയം. പക്ഷേ ഇത് മുന്നോട്ടാക്കി വെച്ചാലും ഒന്ന് നമ്മൾ താങ്ങുമ്പോൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമുണ്ട്. അത് ഓടിക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് ലോങ് പോകുമ്പോൾ റിലാക്സ് ഓടിക്കുമ്പോൾ വല്ല ബ്രേക്ക് ഇടുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നീങ്ങി കഴിഞ്ഞാൽ ഈ പോകുന്ന പ്രശ്നമുണ്ട്. അത് ഈ വണ്ടിൻ്റെ മാത്രം കുഴപ്പമായിരിക്കും വെച്ചാൽ നമ്മൾ ഈ അടുത്ത് വേറൊരു ജേർണലിസ്റ്റിൻ്റെ വണ്ടി ലോങ് ടൈമർ കണ്ടപ്പോൾ നമ്മൾ നോക്കിയപ്പം അതുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സിനുള്ള സൈസ് കുറവ്. എനിക്കൊന്ന് മാരുതി ഉദ്ദേശിച്ച ഇന്ത്യൻസ് ഓവറായിട്ട് നമ്മൾ സാധാരണ വലിയ അമേരിക്കൻസിൻ്റെ ഒരു എക്സ്ട്രാ ലാർജ് കപ്പൊന്നും എടുക്കാത്തതുകൊണ്ടായിരിക്കും സാധാ കപ്പ് മാത്രം വയ്ക്കാനുള്ള സ്പേസാണുള്ളത്. അതാണ് മറ്റൊന്ന്. ഇപ്പോൾ AC വെൻറ്റിലേഷൻ ഉണ്ട്. വെൻറ്റിലേഷൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ലൗഡാണ്. ഫാൻ നല്ലോണം വർക്ക് ചെയ്യുന്ന വെച്ചേക്കാം. ഇപ്പം നമുക്ക് വണ്ടി ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഹൈബ്രിഡ് ആയത് ഓഫ് ആയി കഴിഞ്ഞാൽ വെറും ബാറ്ററിൽ ഉറക്കുമ്പം ഈ സൗണ്ട് കൂടുതലാണ്. ഞാൻ ഓഫാക്കിയപ്പോൾ ആ സൗണ്ട് കുറഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഈ സീറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കേൾക്കാൻ പറ്റും. കൂടിയില്ലേ സൗണ്ട്? യെസ്. അത് ശരിക്കും ഉള്ളിലിരുന്ന് ക്ലോസെല്ലാം അടച്ച് നമ്മൾ മ്യൂസിക്കൊന്നും കേൾക്കാത്ത ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും അത് മനസ്സിലാവും. പിന്നെ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ടില്ല, ഉണ്ട് പക്ഷേ ഇല്ല, അങ്ങനെയുള്ള ഫീലുള്ളത്. രാത്രി മാത്രം ഇലുമിനേറ്റ് ചെയ്യുമ്പോൾ ലൈറ്റുള്ളൂ. ഹാവിങ് സെഡ് ദാറ്റ് ലോട്ട് ഓഫ് ഗുഡ് ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ചാർജിങ് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. നല്ല എഫക്റ്റീവ് ചാർജിങ് ആണ്. ഇൻഡക്ഷൻ ചാർജിങ് ആണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. മ്യൂസിക് സിസ്റ്റം നല്ല മ്യൂസിക് സിസ്റ്റമാണ്. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. അതും എഫക്റ്റീവായിട്ട് കാണുന്നത്. പക്ഷേ അത് ഓൺ ആക്കേണ്ട നമ്മൾ കുറച്ച് നേരം ഒന്ന് അമർത്തി പിടിച്ചാലേ അത് പൊങ്ങി വരുള്ളൂ. ഒറ്റ ടച്ചിലല്ല വരുന്നത്. ഓണായി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം ക്ലിയർ ആണ്. ആസ് ലോങ് ആസ് നിങ്ങൾ പോളറൈസ്ഡ് ഗ്ലാസ് ഉപയോഗിച്ചില്ലെങ്കിൽ ഓഫാക്കണം. അതേപോലെ തന്നെ അമർത്തി പിടിച്ചാൽ മതി. പിന്നെ ഉള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് പോസിറ്റീവ് തോന്നുന്നില്ല. വലിയ പാനോറമിക് സൺറൂഫ് ഉണ്ട്. സീറ്റ് ക്വാളിറ്റി നമ്മൾ ഇരിക്കുന്ന ഭാഗത്തിൽ ഫാബ്രിക് ആയതുകൊണ്ടുള്ള ഗുണം ശരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പറയാൻ പറ്റും. ചിലപ്പോൾ നല്ല എരിവുള്ള ഭക്ഷണം കഴിച്ചാൽ ബോഡി ചൂടായിരിക്കും. അപ്പോൾ ലെതറും കൂടെയാണ്, ലെതറേറ്റും കൂടെ ആണെങ്കിൽ കൂടുതൽ ചൂടാവും. അപ്പോൾ അതെല്ലാം ഇതിൽ എഫക്റ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയത്തക്ക ഡ്രോബാക്സ് ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല. നന്ദു വേറൊന്നും എടുത്ത് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളത്. പിന്നെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഡ്രൈവിലാണ്. നമുക്ക് ഡ്രൈവിൽ തന്നെ നോക്കാം. ഫീച്ചേഴ്സ് നമ്മുടെ അടുത്തുള്ളത് ഹൈബ്രിഡ് വേർഷനാണ്. അപ്പോൾ ഹൈബ്രിഡ് വേർഷനിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, ഞാനും നന്ദും പ്രത്യേകിച്ച്, ഡ്രൈവിംഗ് പാറ്റേൺ ആണ്. നമ്മൾ ഒരുപാട് പുഷ് ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ ഹൈബ്രിഡിന് നമുക്ക് ഏറ്റവും ക്രൂഷ്യലായി നിൽക്കുന്ന സാധനം മൈലേജ് ആണെങ്കിൽ അത് കുറയും. അതിന് കാരണമുണ്ട്. ഹൈബ്രിഡിൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈല് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഐസ് എഞ്ചിൻസ് ഡ്രൈവ് ചെയ്യുന്ന സ്റ്റൈലും കുറച്ച് വ്യത്യാസമുണ്ട്. ഇലക്ട്രിക്കും വ്യത്യാസമുണ്ട്. നമ്മളത് കണക്കിലെടുത്തിട്ട് ഡ്രൈവ് ചെയ്യണം. നമുക്ക് ആ ഡിഫറൻസ് എന്തായാലും കാണും. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുമ്പോൾ കഴിയുന്ന നമ്മൾ സോഫ്റ്റ് ഫുട്ടഡ് ആയിട്ട് എൻജിൻ ഓൺ ആവാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മൈലേജിൻ്റെ ഗുണം കിട്ടും. ഇപ്പം നമ്മൾ കുറേ നേരം നിർത്തിയിട്ട് വണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ട് ബാറ്ററി ചാർജ് കുറവാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് എൻജിൻ ഓൺ ആവുന്നത്. ബട്ട് നോ സ്റ്റിൽ ഇലക്ട്രിക്കലാണ് പോകുന്നത്. അപ്പം നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ലോങ് ടൈം റിവ്യൂവിൽ പറയാൻ കാരണം നമ്മൾ വണ്ടി ഉപയോഗിച്ച് തുടങ്ങുന്ന ആൾക്കാർ, വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്കാരാണ് നമുക്ക് ഏറ്റവും അധികം വ്യൂവേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അവർ വണ്ടി വാങ്ങുകയാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ചിട്ട് നമുക്ക് മൈലേജിൽ നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. അപ് ടു 22 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ കുറച്ചേ ഇത് ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ നല്ല 22 കിട്ടി. നന്ദുവിന് 23+ കിട്ടിയിട്ടുണ്ട്, 24 താഴെ. അപ്പോൾ അത് നല്ലൊരു മൈലേജാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഓടിക്കുന്ന സ്റ്റൈലും കൂടെ കണക്കിലെടുക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പവർ ട്രെയിനെ കുറിച്ചൊന്നും നെഗറ്റീവ് പറയാനില്ല. ഇറ്റ്സ് എ ഗുഡ് പവർ ട്രെയിൻ. മാരുതിൻ്റെ ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം അഗെയിൻ ടൊയോട്ടയായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. ദേ ആർ ദ പൈനിയേഴ്സ് ഇൻ ദാറ്റ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം ഏതായാലും നമുക്ക് വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലായത്, ഗ്രാൻഡ് വിറ്റാറിനെക്കാളും നമുക്ക് കുറച്ചുകൂടിയും ഇമ്പ്രൂവ്മെൻ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ. പവറും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവന്തോ ഫിഗേഴ്സിലല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ഫീലിലാണ് പറഞ്ഞത്. അത് നല്ലൊരു കാര്യമായി തോന്നിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഡ്രൈവിംഗ് ബെറ്ററാണ്. എനിക്ക് അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ആവട്ടെ, അതുപോലെ തന്നെ ഈവൻ സ്റ്റിയറിങ്, സസ്പെൻഷൻ പ്രത്യേകിച്ച് നല്ല കംഫർട്ടബിൾ സസ്പെൻഷനാണ്.
അതേപോലെ തന്നെ നമുക്ക് ബ്രേക്കിങ്ങിലെല്ലാം മാരുതിയിൽ പണ്ട് കണ്ടിരുന്ന പോലെയല്ല, അതെല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ മോഡലിലാണെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ശരിക്കും ഗുണകരമായി തോന്നും. അപ്പോൾ അത് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ ഓടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും സിറ്റിയിൽ ഉപയോഗിച്ചിരുന്നു. ആ സമയത്ത് ഈ എഡാസിൻ്റെ ഫീച്ചേഴ്സ് ഇങ്ങനെ അത് പോപ്പപ്പ് ചെയ്ത് വരുന്നത് ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ട സമയത്തെല്ലാം തന്നെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനോയിങ് ഫീൽ ഉണ്ട്. അത് ഒഴിവാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓഫാക്കി കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി ഓഫ്. ആ ഫീലല്ലല്ലോ ഓഫാക്കിയാൽ പിന്നെ ഓൺ ആവും. ആ ഒരു സംഗതിയാണ് എനിക്ക് ആ ഒരു സെൻസറിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പം മാരുതി വെഹിക്കിളിൽ പലർക്കും ഉണ്ടായിരുന്ന പഴയ ഒരു കൺസേൺ എനിക്ക് അത്ര കൺസേൺ ആയിരുന്നില്ല. സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും റേറ്റിങ്ങിന് മാത്രമല്ല ഞാൻ കാണാറുള്ളത്, അതിൽ പല ആസ്പെക്ട്സ് ഉണ്ട്. എത്ര സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയാലും നമ്മൾ വണ്ടി ഇടിക്കുമ്പോഴുള്ള കൊലീഷൻ ആ സമയത്ത് സംഭവിക്കുന്ന പല ഇമ്പാക്റ്റും പോലെയാണ് പരിക്കുകളുണ്ടാവും. എന്നാലും ഒരു ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് റേറ്റിംഗ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. മാരുതിൻ്റെ ഫസ്റ്റ് എഡാസ് വെഹിക്കിളാണ്. അപ്പം എഡാസ് യൂസ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്ന രീതികൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം. എഡാസിനെ സംബന്ധിച്ചിടത്തോളം ഫീച്ചർ ഏതൊക്കെ ഉണ്ടെന്നുള്ളതും അത് എത്രത്തോളം പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതിൽ എനിക്കിപ്പോഴും ഇത് പോസിറ്റീവായിട്ട് തോന്നിയില്ല. നമുക്ക് ആവശ്യത്തിലുള്ളതെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എഡാസിനെ സംബന്ധിച്ചിടത്തോളം ഫീച്ചേഴ്സ് ഉള്ളത് പോലെ തന്നെ അത് എത്രത്തോളം ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ വർക്കിങ്ങിലെല്ലാം പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. മാരുതി ഫസ്റ്റ് ടൈമാണ് ഒരു മോഡൽ എഡാസ് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത്. ദാറ്റ് വർക്ക് പെർഫെക്റ്റ്ലി. ഞാൻ ആക്ച്വലി അത് യൂറ്റാറിൽ വരുമ്പോഴേ വരുള്ളൂ എന്ന കാര്യം. പക്ഷേ ഇത് സർപ്രൈസിങ് ആയിരുന്നു, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഓൾ ടുഗദർ ഓടിക്കുമ്പം ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും ഇപ്പോൾ നമ്മളെ ഫാമിലിയെല്ലാം കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം തന്നെ കംഫർട്ട് പാർട്ട് ശരിക്കും സോർട്ടഡ് ആണ്. ഓടിക്കാനും ഫണ്ണുണ്ട്. ബട്ട് അഗെയിൻ നമ്മളെ മനസ്സിൽ നമുക്കറിയാം ഇത് എന്ത് വണ്ടിയാണ്, ഹൈബ്രിഡാണ്. മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളുടെ വെറും ഹൈ പെർഫോമൻസ് എന്നുള്ള രീതിയിലല്ല ഉള്ളത്. അതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇറ്റ്സ് എ ഗുഡ് ബെറ്റ് ഫോർ ദ മണി. സോ അതാണ് നമ്മുടെ റിവ്യൂ. ഇതൊരു 3-4 മാസം കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കുറച്ചുകൂടിയും ഒരു കാലം ഉണ്ടാവാറുണ്ട് വണ്ടികൾ. ഇത്തവണ കുറച്ച് നേരത്തെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10,000 ആണ് നമ്മൾ സാധാരണ ബെഞ്ച് മാർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അത്രയും സമയം ഓടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയും കൂടെ കിട്ടുന്ന സമയത്ത് നമുക്ക് അത് ഒന്ന് നോക്കാം. പിന്നെ നമ്മളെ ഈ ഒരു ലോങ് ടേം റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ റിയൽ ജെന്വിൻ ആയിട്ട് നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. അത് ഓരോരുത്തരുടെയും യൂസർ ഫോർമാറ്റ് വ്യത്യാസം ഉണ്ടാവും, യൂസിങ് നേച്ചർ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ യൂസബിലിറ്റി വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു രീതിയിലായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ബെഞ്ച് മാർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മളിത് റിവ്യൂ പറയുന്നത് എന്നുള്ള മനസ്സിലാക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ ഞാൻ പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ, അല്ല അഭിപ്രായം ശരിയാണോ, ഇതെല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ മറക്കാതിരിക്കുക. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തവണ മറ്റൊരു പുതിയ വണ്ടിയോ അല്ലെങ്കിൽ ലോങ് ടേം വണ്ടിയെല്ലാം കാണുന്നത്. സ്റ്റേ സേഫ് and enjoy wheeling.